നമുക്ക് ഈ ഒരു സ്ക്രൂ ഗേജിന്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. ഇതിൽ ഈ റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ ഹെഡ് സ്കെയിൽ എന്ന് പറയുക. അതേപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഭാഗത്തിനെയാണ് പിച്ച് സ്കെയിൽ എന്ന് പറയാം. അപ്പം നമ്മൾ ഇതിനും ലീസ്റ്റ് കൗണ്ട് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് കാണണം. ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പിച്ച് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ ഹെഡ് സ്കെയിൽ എന്നുള്ളതാണ്. അപ്പോൾ പിച്ച് കാണാൻ നമുക്ക് വേറെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ പിച്ച് കാണണം. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 5 റൊട്ടേഷൻ ബൈ 5. അപ്പോൾ നമ്മൾ ആദ്യം ഇത് റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് അടുപ്പിച്ചതിന് ശേഷം ഇതിന്റെ 0 ഹെഡ് സ്കെയിലിന്റെ 0 പിച്ച് സ്കെയിലിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പിച്ച് സ്കെയിൽ നമുക്ക് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇങ്ങനെ ലൈൻ കാണാം. അപ്പം ഹെഡ് സ്കെയിലിന്റെ 0 പിച്ച് സ്കെയിലിന്റെ 0ക്ക് കറക്റ്റ് ആയി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ശേഷം 5 റൊട്ടേഷൻ ബാക്കോട്ട് അടിക്കുക. 1 റൊട്ടേഷൻ, 2, 3, 4, 5. ഇങ്ങനെ 5 റൊട്ടേഷൻ അടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ഇവിടെ നമ്മൾ പിച്ച് സ്കെയിലിന്റെ 5ന്റെ ഈ ഭാഗത്ത് തന്നെ നമ്മൾ കറക്റ്റ് എത്തിക്കിട്ടും. ഈ ഒരു 5 കാണുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു 9ന്റെ ഭാഗത്ത് തന്നെ എത്തും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 5 റൊട്ടേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 5/5 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ പിച്ച് എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. ഇനി ഡിസി കൗണ്ടിന്റെ അടിയിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്ന പാർട്ടും നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ ഹെഡ് സ്കെയിൽ ആണ്. ഹെഡ് സ്കെയിലിൽ നമ്പർ വരുന്ന ഡിവിഷൻ 0 മുതൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 90 പിന്നെ 5 മൊത്തം 100 ഡിവിഷൻസ് ആണ്. 100 ഡിവിഷൻസ് ഇതിൽ കാണാം. അപ്പോൾ 1/100 എന്ന് പറയുമ്പോൾ 0.01 മില്ലിമീറ്ററിലാണ്. ഇത് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് മില്ലിമീറ്ററിലാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ 0.1 മില്ലിമീറ്റർ എന്ന് പറയും.